എന്തായിരിക്കും KTMന്റെ ഡൗൺഫോളിന് പിന്നിലെ കാരണം? ഒരു കാലത്ത് ഇന്ത്യൻ യുവാക്കളുടെ ഹരമായിരുന്ന ബൈക്ക് വെറുമൊരു ബൈക്ക് എന്നതിനുപരി ഒരു ഇമോഷൻ ആയിട്ടായിരുന്നു അന്ന് പലരും KTMനെ കണ്ടിരുന്നത്. ഒരു കാലത്ത് വെയിറ്റിംഗ് ലിസ്റ്റിൽ മാത്രം കിട്ടിയിരുന്ന വണ്ടി ഇന്ന് വാങ്ങാൻ പോലും ആരും ഇല്ലാതെയായി. 2012കളോടെ KTM ഇന്ത്യയിൽ ഒഫീഷ്യലി എൻട്രി ചെയ്യുകയും KTM ഡ്യൂക്ക് 200 ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു പല കമ്പനികളും അവരുടെ ബൈക്കിന്റെ മൈലേജിനെ കുറിച്ചും കംഫർട്ടിനെ കുറിച്ചും പറയുമ്പോൾ KTM അവരുടെ ക്യാമ്പയിൻ ചെയ്തിരുന്നത് റെഡി ടു റേസ് എന്ന ടാഗ് ലൈനോട് കൂടിയായിരുന്നു. വെറുമൊരു മെഷീൻ എന്നതിനുപരി ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതൊരു ഡ്രീമായി മാറിയിരുന്നു. ഇതേ സമയം തന്നെ കുറേയേറെ പ്രോബ്ലംസും കമ്പനി ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇതോടുകൂടി KTMന്റെ ഡൗൺഫോൾ ആരംഭിക്കുന്നു. ഡെയിലി യൂസിന് KTM ഒരു ഗുഡ് ചോയ്സ് അല്ലായിരുന്നു. കൂടാതെ ബൈക്കിന്റെ സീറ്റിംഗ് പൊസിഷനും ശരിയല്ലായിരുന്നു. ഇത് റൈഡേഴ്സിന് ലോങ് റൈഡ് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ വരാൻ ഇടയാകുന്നു. മൈലേജിന്റെ കാര്യത്തിലും KTM വളരെ പിന്നിലായിരുന്നു. ഇതേസമയം മറ്റു പല ബൈക്ക് കമ്പനികളും അവരുടെ സർവീസ്, റിലയബിലിറ്റി, ലോയൽറ്റി എന്നീ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ KTM ഈ കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുത്തിരുന്നില്ല. ഇതോടുകൂടി യൂസേഴ്സ് മറ്റു ബൈക്കുകളിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു. വാഹനങ്ങൾ വാങ്ങാൻ ആളില്ലാതെയായിട്ടും KTM അവരുടെ പ്രൊഡക്ഷൻ നിർത്തിയില്ല. മുമ്പ് എത്രത്തോളം വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നോ അത്രത്തോളം വാഹനങ്ങൾ വീണ്ടും പ്രൊഡക്ഷൻ ചെയ്യുന്നു. ഇതുപോലുള്ള നൂറുകണക്കിന് കാരണങ്ങളാൽ കമ്പനി വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു.